ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നൽകി UDF അധികാരത്തിലേറ്റി എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് CPM-ൻ്റെ ഉരുക്കു കോട്ടകളായ കണ്ണൂരിൽ, പ്രത്യേകിച്ച് പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ ഒരിക്കലും പോവില്ല, അല്ലെങ്കിൽ തൃക്കരിപ്പൂർ അടക്കം പ്രധാനപ്പെട്ട പാർട്ടിക്ക് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള സ്ഥലത്തെ വരെ കടപുഴകി എറിഞ്ഞു. ഇത് ജനം തിരസ്കരിക്കുകയല്ലേ? അത് പാർട്ടിയുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, പാർട്ടിക്കുണ്ടാകുന്ന ധാർഷ്ട്യം, പാർട്ടി നേതാക്കൾക്കുണ്ടാകുന്ന ജീവിതശൈലി, ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞ് വാശിയോടുകൂടി വോട്ട് ചെയ്യല്ലേ ചെയ്ത്. ഞങ്ങളും CPM-ഉം പാഠങ്ങൾ പഠിക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ് പാഠങ്ങൾ. ഞങ്ങൾക്ക് എല്ലാ കാലത്തും വോട്ട് ചെയ്യുമായിരുന്ന ജനങ്ങൾ, ഞങ്ങളുടെ കൂടെ ആത്മാവിൻ്റെ തന്നെ ഭാഗം നിന്ന സഖാക്കളും വോട്ടർമാരും ജനങ്ങളും ജനവിഭാഗങ്ങളും ബഹുജനങ്ങൾ, അവർ പല സ്ഥലങ്ങളിലും ഞങ്ങളെ കൈവിട്ടിട്ടുണ്ട്. അത് വലിയ അളവിൽ CPM-നും ആനുപാതികമായ അളവിൽ CPI-ക്കും ബാധകമാണത്. ഞങ്ങളെല്ലാം തികഞ്ഞ പാർട്ടിയാണെന്ന് ഞാൻ പറയുകയില്ല, താരതമ്യേന വ്യത്യാസം ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ ഈ പാഠങ്ങൾ CPI-ക്കും CPM-നും ബാധകമാണ്. ആ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശക്തിദുർഗങ്ങളായി കണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ മാത്രമേ സ്വീകരിക്കൂ എന്ന് ഞങ്ങളെല്ലാം കരുതിപ്പോകുന്ന ജനങ്ങളുടെ വലിയൊരു ഭാഗം എന്തുകൊണ്ട് ഞങ്ങളെ കൈവിട്ടു, എന്തുകൊണ്ട് മറുഭാഗത്ത് ഒരു വോട്ട് ചെയ്തു. അങ്ങനെ വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അതില്ലെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ഇടങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത്രയും വലിയ വിജയമുണ്ടാക്കാൻ ഒരിക്കലും UDF-നോ BJP-ക്കോ പറ്റില്ല. ഏറ്റവും വലിയ കാര്യം എന്താ, ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയുടെ കേന്ദ്രമായി രാജ്യത്തെമ്പാടുമുള്ള ഇടതുപക്ഷ ബന്ധുക്കൾ കണ്ട കേരളത്തിൽ BJP-ക്ക് അസംബ്ലിയിൽ 3 MLA-മാരുണ്ടായിരിക്കുന്നു. അവർക്ക് ഇപ്പം തന്നെ ഒരു MP ഉണ്ട് ലോക്സഭയിൽ. ഇതെല്ലാം കൊച്ചു കാര്യങ്ങളല്ല, അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്.